ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ, കഴിഞ്ഞ വീഡിയോയിൽ ഒരു ടോപ്പ് തൊടുത്തി കീറിയിട്ട് ആ ടോപ്പിൻ്റെ കീറിയ ഭാഗം പഴയ രീതിയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, വീഡിയോ പലർക്കും മനസ്സിലായിട്ടില്ല, സ്പീഡ് കൂടിപ്പോയി, ക്ലിയർ അല്ല. ആ ഒരു പരാതി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇന്ന് അതിൻ്റെ കുറേ കമൻസിൻ്റെ ആൻസറുമായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ചോദിച്ചതിൻ്റെ ആൻസേഴ്സ് കിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു ടോപ്പിൻ്റെ പുറകു ഭാഗത്തായിട്ട് ഒരു തൊടുത്തി കീറൽ ഞാനിങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കാരണം എൻ്റെ കയ്യിൽ തൊടുത്തി കീറിയ വേറെ ടോപ്പൊന്നും ഇല്ലായിരുന്നു. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അയൺ ബോക്സ് നല്ല മാക്സിമത്തിലിട്ട് ഹൈ ഹീറ്റിൽ ഒന്ന് നന്നായിട്ട് ഹീറ്റ് ചെയ്തെടുക്കുക. ഇതൊരു കോട്ടൺ ക്ലോത്തിലെ ടോപ്പാണ്, അതുകൊണ്ട് ഞാനൊരു കട്ടി കുറഞ്ഞ കോട്ടൺ തുണിയാണ് എടുത്തിരിക്കുന്നത്. കീറലിൻ്റെ അത്രയും വലിപ്പത്തിനുള്ള ഒരു പീസസ് ഓഫ് കോട്ടൺ ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എത്രയാണോ ക്ലോത്തിൽ കീറലുള്ളത് അതിനേക്കാളും കുറച്ചുകൂടെ വലിപ്പം കൂടിയതായിരിക്കണം നമ്മളിതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ക്ലോത്തിൻ്റെ വലിപ്പം. അതുപോലെ തന്നെ നമുക്ക് നല്ല ക്വാളിറ്റിയിലുള്ളൊരു പ്ലാസ്റ്റിക് കവർ ആവശ്യമായിട്ടുണ്ട്. ക്വാളിറ്റി കുറഞ്ഞ പ്ലാസ്റ്റിക് കവർ ഒരിക്കലും ചൂസ് ചെയ്യരുത്, നല്ല ക്വാളിറ്റി ഉള്ള കവർ തന്നെ എടുക്കണം. ഈ ഒരു പ്ലാസ്റ്റിക് കവറിനെയും നമ്മൾ നേരത്തെ എടുത്ത കോട്ടൺ തുണിയെക്കാട്ടിലും കുറച്ചുകൂടെ വലിപ്പത്തിന് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ആ ടോപ്പിൻ്റെ കീറൽ ഒരു എൽ ഷേപ്പ് മോഡലായതുകൊണ്ടാണ് ഈ രണ്ട് പീസസും ഞാൻ എൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തത് കേട്ടോ. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ആ ക്ലോത്തിൻ്റെ സൈഡിനേക്കാളും കുറച്ചുകൂടെ എക്സസ് ആയിട്ട് നിൽക്കുന്നതായിരിക്കണം പ്ലാസ്റ്റിക് കവറിൻ്റെ വലിപ്പം. ആദ്യം പേപ്പർ വയ്ക്കുക, അതിൻ്റെ മുകളിൽ കോട്ടൺ ക്ലോത്ത് വയ്ക്കുക, അതിൻ്റെ മുകളിൽ വേണം പ്ലാസ്റ്റിക് കവർ വെക്കാനായിട്ട്. അതിൻ്റെ മുകളിൽ ക്ലോത്തിൻ്റെ കീറിയ ഭാഗം വരുന്ന രീതിയിൽ വെക്കുക. സമയം എടുത്ത് തന്നെ വെച്ചു കൊടുക്കുക കേട്ടോ, നല്ലതായിട്ട് വെച്ചു കൊടുക്കുക. പിന്നെ ഇതുപോലെ നൂലൊക്കെ ഇങ്ങനെ വിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കളയുക. ഇത് പെട്ടെന്ന് തീർക്കേണ്ട ഒരു പണിയല്ല, അതുകൊണ്ട് നിങ്ങൾ സമയം എടുത്ത് തന്നെ അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് ചേർത്ത് വെച്ച് കൊടുക്കുക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതിന് ശേഷം ഇത് അയൺ ചെയ്തിട്ട് അത് പിന്നെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് നിങ്ങൾ നല്ല കറക്റ്റായിട്ട് പിടിച്ചു വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് വേറൊരു പേപ്പർ, ബട്ടർ പേപ്പർ യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഞാൻ ഇതുപോലെ ഒരു A4 സൈസ് ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് വിരിച്ചതിന് ശേഷം ഈ ഹൈ ഹീറ്റാക്കി വെച്ചിരിക്കുന്ന അയൺ ബോക്സിനെ നന്നായിട്ട് പ്രസ് ചെയ്ത് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 30 സെക്കൻഡോളം ഇങ്ങനെ നിങ്ങൾ അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ഒരുപാട് കമൻസ് വന്നതിൽ വേറൊരു ഡൗട്ടായിട്ടുള്ള കമൻറ്റ് വന്നത് ഏത് ക്ലോത്തിൽ വേണോ ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. കോട്ടൺ ക്ലോത്തിൽ നമുക്ക് 100% ആയിട്ട് ഇത് വർക്കാവും. പക്ഷേ സിൽക്കിലും നെറ്റിലും ഞാനിതൊന്ന് വർക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് അത്ര നല്ലതായിട്ട് വിജയിച്ചിട്ടില്ല. നന്നായിട്ട് അയൺ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ വലിച്ചെടുക്കാം. നമുക്ക് കുറച്ച് പാടായിരിക്കും കേട്ടോ ഇതിങ്ങനെ ഇളകി വരാനായിട്ട്. പേപ്പർ അതിലേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടോ, കാരണം അത് ബട്ടർ പേപ്പർ അല്ലാത്തത് കൊണ്ടായിരിക്കാം. ഇത് നന്നായിട്ട് ഇതുപോലെ വലിച്ചിളക്കുമ്പോഴത്തേക്കും ആ പ്ലാസ്റ്റിക്കിൽ ആ പേപ്പർ ഇതുപോലെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഈ പ്ലാസ്റ്റിക് കവർ ഇളക്കി കളയണോ എന്നൊക്കെ ഡൗട്ടുള്ള കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്ലാസ്റ്റിക് കവർ ഇളകി വരില്ല കേട്ടോ, അത് പ്ലാസ്റ്റിക് കവറും ആ കോട്ടണും അതിൽ തന്നെ ഇങ്ങനെ ഒട്ടിയിരിക്കും. പേപ്പർ ഇതുപോലെ ഒട്ടിയിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അത് വാഷ് ചെയ്യുമ്പോൾ അങ്ങ് പൊക്കോളും കേട്ടോ. കണ്ടോ, കറക്റ്റായിട്ട് അവിടെ ഒരു കീറൽ പോലും അറിയാത്ത രീതിയിൽ നല്ല ക്ലിയർ ആയിട്ട് പഴയതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ നോക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ ഇത് നേരത്തെ കീറി ഇരുന്നിട്ട് ഒട്ടിച്ചതാണെന്ന്, അല്ലാതെ അതിൻ്റെ പുറം ഭാഗത്ത് നോക്കുമ്പോൾ മനസ്സിലാവൂലോ കേട്ടോ. അപ്പോൾ കണ്ടോ, ഈ ഒരു പോർഷനാണ് നമ്മൾ ആ കീറിയ ഭാഗം തുന്നി ചേർത്തത്, അല്ല ഒട്ടിച്ച് ചേർത്തത്. അതിൻ്റെ കറക്റ്റ് ബാക്ക് സൈഡ് എന്തുകൊണ്ട് കാണിച്ചില്ല എന്നൊക്കെ കമൻറ്റിലുണ്ടായിരുന്നു. ഇങ്ങനെയായിരിക്കും ബാക്ക് സൈഡ് ഉണ്ടായിരിക്കും. അടുത്ത് നമുക്ക് വന്ന മറ്റൊരു കമൻറ്റാണ്, ഇത് വാഷ് ചെയ്യാൻ പറ്റുമോ, വാഷ് ചെയ്യുമ്പോൾ ഇളകി പോകുമോ, എത്ര വാഷ് ചെയ്യാം, ഇങ്ങനത്തെ കുറേ ഡൗട്ട്സ് കമൻറ്റുകൾ ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഇതിൽ ലിക്വിഡോ സോപ്പോ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ ജസ്റ്റ് വെറുതെ ഒന്ന് ഉരച്ച് വാഷ് ചെയ്ത് നോക്കുകയാണേ. ഈ ഒരു വാഷിൽ ആ പേപ്പർ പോയതല്ലാതെ വേറെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ഡൗട്ടിൻ്റെ ക്ലാരിഫിക്കേഷൻ നമുക്ക് പല തവണ ക്ലോത്ത് വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് വാഷ് ചെയ്താൽ ഇളകി പോകുമോ എന്നുള്ളത് എനിക്കും ഡൗട്ടായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോയുടെ കൂടെ തന്നെ ഇതങ്ങ് ചെയ്ത് തന്നത്. എന്തായാലും ഇത് വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്യാമോ, അത് വാഷ് ചെയ്യുമ്പോൾ ഇളകി പോകുമോ, എത്ര പ്രാവശ്യം വാഷ് ചെയ്യാൻ പറ്റും, അങ്ങനെ കുറേ ഡൗട്ട്സിൻ്റെ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. നോക്കിയിട്ട് ഞാൻ എന്തായാലും അതിൻ്റെ റിസൾട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.